ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാനിത് എവിടെയാണെന്നല്ലേ, ഞാൻ ബ്യൂട്ടി പാർലറിലാണ്. അപ്പോൾ എൻ്റെ ഒരു ഹെയർ ഫാളിൻ്റെ ഒരു ബിഗ് പ്രോബ്ലം സോൾവ് ആയതിന് ശേഷം ഞാൻ മുടിയൊന്ന് വെട്ടി. കാരണം മുടിയൊക്കെ ഒരുപാട് പോയി കേട്ടോ. എല്ലാവരും കാണുമ്പോൾ പറയും, ഞാൻ മുടഞ്ഞിടുന്ന കാണുമ്പോൾ പറയും മുടിയൊക്കെ പോയല്ലോ എന്ന്. അപ്പോൾ ഞാനൊരു ഹെയർ കട്ടിന് പോയി, ഒന്ന് കൊഴിഞ്ഞു പോയതൊക്കെ ഒന്ന് സെറ്റാക്കി, അടിയിലൊക്കെ പോയതൊക്കെ കട്ട് ചെയ്ത് വൃത്തിയാക്കി. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാം. അതിൻ്റെ കൂടെ ഇതാ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ഈ ഒരു കാഴ്ച കണ്ടിട്ടാണ് കേട്ടോ പോകുന്നത്. ഇവിടെ ബാംഗ്ലൂർ വരുന്ന സമയത്തൊന്നും ഇങ്ങനെ ഈ ഒരു പരിപാടിയൊന്നും നടക്കില്ല. നാട്ടിൽ വരുമ്പോഴല്ലേ ചെടി നനയ്ക്കലും ഒക്കെ ഉള്ളത്. ഇവിടെ ഞാൻ ചെടി ചട്ടിയിൽ വെക്കാൻ സമ്മതിക്കാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ചെറിയ ആൾ, അതായത് ഹിത്തു, എല്ലാ മണ്ണും വാരി പുറത്തേക്കിടും. അപ്പോൾ അത് ബുദ്ധിമുട്ടായതുകൊണ്ട്. അപ്പോൾ അതാ ഞാൻ പോകുന്ന ബ്യൂട്ടി പാർലർ അതാണ്. വെട്ടുന്നതിന് മുന്നേ ഉള്ള എൻ്റെ മുടി അതായിരുന്നു കേട്ടോ, കണ്ടില്ലേ, അങ്ങനെയായിരുന്നു. പിന്നെ കുളിച്ച് നനവുള്ള മുടിയാണ്, അത് കാരണം പിന്നെ ഒന്നും കൂടെ നമുക്ക് കട്ടി കുറവുള്ള തോന്നും. അതാ ഇപ്പോൾ എൻ്റെ മുടി ഇതാ ഇങ്ങനെയാണ് ഉള്ളത്. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് ഷേപ്പാക്കാൻ പോവാം. അപ്പോൾ ഞാൻ മുന്നേ കട്ട് ചെയ്തിരുന്നത് ലെയർ കട്ടാണ്. അപ്പോൾ അതിനെ ഒന്ന് ഒതുക്കി യു ഷേപ്പ് ആക്കാമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ ഞാനിപ്പോൾ എന്തൊക്കെയാണ് ഫോളോ ചെയ്യുന്നതും കൂടെ പറയാമെന്ന് വിചാരിച്ചു. അതിനും കൂടെ ചേർത്താണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ ചുമ്മാ ഇരുന്ന് സംസാരിച്ചൊരു വീഡിയോ എടുക്കുന്നതിനേക്കാൾ നല്ലത് ഹെയർ കട്ട് ചെയ്യുന്നതിൻ്റെ കൂടെ ഞാൻ അത് പറഞ്ഞു തരുന്നതാണ് എന്ന് തോന്നി. അപ്പോൾ അതാ ഹെയർ കട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഓൾറെഡി ഉള്ളത് ലെയർ കട്ടാണ്. അതായത് ഞാൻ ലെയർ കട്ട് ചെയ്തതിന് ശേഷമാണ് എനിക്ക് ഹെയർ ഫാൾ തുടങ്ങിയത്. ഹെയർ ഫാൾ തുടങ്ങി കുറച്ച് 2 മാസം കഴിഞ്ഞപ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിന് മുന്നേ ഞാനൊന്ന് ഹെയർ കട്ട് ചെയ്തിരുന്നു കേട്ടോ. അതും ഇതാ ഈ ചേച്ചിയുടെ അടുത്ത് നിന്ന് തന്നെയാണ് കട്ട് ചെയ്തത്. ചേച്ചീൻ്റെ പേര് ചിത്ര എന്നാണ്. വണ്ടൂർ വരുമ്പോഴൊക്കെ ഞാൻ അവിടെയാണ് പോവാറുള്ളത്. അപ്പോൾ ചിത്ര ചേച്ചീൻ്റെ പാർലറിലാണ് മുടി വെട്ടാനും ബാക്കി എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ വരാറ് കേട്ടോ. അപ്പോൾ അതാ ഇവിടെ നിന്ന് ലെയർ കട്ട് ഞാൻ ചെയ്തിരുന്നു ഒരു മാസം മുന്നേ. അതിന് ശേഷമാണ് പിന്നെ ഞാൻ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. എൻ്റെ ഹെയർ ഫാൾ കുറഞ്ഞു എന്ന് പറഞ്ഞാൽ നല്ല പോലെ കുറഞ്ഞു കേട്ടോ. അത് ഞാൻ പറയാതിരിക്കാൻ പറ്റില്ല. കാരണം എനിക്ക് നല്ല പോലെ ഹെയർ ഫാൾ ഉണ്ടായിരുന്നു. ഞാൻ ഈ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഹെയർ ഫാൾ ഉണ്ടായിരുന്ന സമയത്ത്, മുടി പോകുന്ന സമയത്ത് ടെൻഷനായിട്ട് ആദ്യമൊന്നും എടുത്തില്ല കേട്ടോ. ആദ്യം അതിനേക്കാൾ കൂടുതൽ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് ശേഷം ഞാൻ പിന്നെ വീഡിയോ ചെയ്യുമ്പോൾ ആഡ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫോട്ടോ ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ആഡ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ എത്ര പോകുന്നുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ എനിക്ക് സാധാ ഒരാൾക്ക് എത്ര മുടി പോവും, കുറച്ചല്ലേ പോവുള്ളൂ, അത്രേ പോകുന്നുള്ളൂ. അപ്പോൾ അതിനെന്തൊക്കെയാണ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞുതരാം. ട്രീറ്റ്മെൻറ്റ് എടുത്ത് എൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഏകദേശം മരുന്നുകളൊക്കെ മെല്ലെ സ്റ്റോപ്പ് ചെയ്ത് വരുന്നതാണ്. ഇപ്പോൾ സപ്ലിമെൻറ്റ്സ് മാത്രമേ എടുക്കുന്നുള്ളൂ. ഞാൻ ലാസ്റ്റ് ചെയ്ത ഹെയറിൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ എന്ന്. അപ്പോൾ അത് കഴിഞ്ഞ് 2 ആഴ്ചയോളം ഞാൻ മരുന്ന് കണ്ടിന്യൂ ചെയ്തു. ഇപ്പോഴും ഞാൻ തലയിൽ തേക്കുന്ന ഡ്രോപ്സ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ കഴിച്ചുകൊണ്ടിരുന്ന മെഡിസിൻ നിർത്തിയിട്ടുണ്ട്. അതിനുശേഷം എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഞാനൊരു 1-2 പോയിൻറ്റ്സ് ഞാൻ പറഞ്ഞു തരാം, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ ആദ്യത്തെ ഒന്നെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ വീക്കിലി 3 പ്രാവശ്യം മാത്രമേ ഹെയർ വാഷ് ചെയ്യാറുള്ളൂ. മുന്നേ ഒക്കെ ഡെയിലി ഹെയർ നമ്മൾ വാഷ് ചെയ്യുമെന്ന് പറയാൻ വയ്യ, ഷാമ്പൂ ഒന്നും ഇടാതെ നമ്മൾ ഡെയിലി കുളിക്കാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്തിരുന്നു സ്ഥിരമായിട്ട്. അതിപ്പോൾ ആഴ്ചയിൽ 3 ദിവസമാക്കി. ഓയിൽ അപ്ലൈ ചെയ്ത് നമ്മൾ ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ തലയിൽ ഒരുപാട് പൊടി അടിഞ്ഞുകൂടും. അതാണ് പിന്നെ താരനായിട്ടൊക്കെ വൈറ്റ് കളറിലൊക്കെ വരുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം വെറുതെ വാഷ് ചെയ്യുന്നത് നമുക്ക് ഒഴിവാക്കാം. ഓയിൽ അപ്ലൈ ചെയ്താൽ നമ്മൾ മസ്റ്റായിട്ടും ഷാമ്പൂ ഇടണം. അപ്പോൾ അതാണ് എൻ്റെ രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ ചെയ്തത്. പുറത്ത് പോകുന്ന സാഹചര്യങ്ങളുണ്ടെങ്കിൽ ആ സമയത്ത് ഒരിക്കലും തലയിൽ ഹെയറിൽ ഓയിൽ അപ്ലൈ ചെയ്യില്ല. അങ്ങനെ ഒരിക്കലും പുറത്തേക്ക് പോകാറുമില്ല. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ മുടിയിൽ ഒരുപാട്, പുറത്ത് നമുക്കറിയാം ഒരുപാട് പൊടികളുണ്ടെന്നും ഡസ്റ്റ് ഉള്ളത് കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ അതൊക്കെ നമ്മുടെ ഹെയറിൽ ഒട്ടിപ്പിടിച്ചിരിക്കും. അത് കാരണം ആ ഒരു രീതി നമ്മൾ നിർത്തുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ നമ്മൾ ഡെയിലി തലയിൽ വെള്ളം ഒഴിക്കുന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും നമ്മുടെ മുടിക്ക് കിട്ടാനില്ല. അത് നമുക്ക് നല്ല ഒരു പ്രോസസ്സായിട്ടല്ല ഇപ്പം എല്ലാവരും പറയുന്നത്. നാട്ടിലൊക്കെ ചൂട് കാരണം നമ്മൾ അറിയാതെ തലയിൽ വെള്ളം ഒഴിച്ചു പോവും. അങ്ങനെ ഒഴിക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക.
എൻ്റെ ഒരു കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. അത് എല്ലാവർക്കും ഒരുപോലെ ആയിക്കൊള്ളണം എന്നില്ല. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. കുറവുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുക. ഒരു 1 വീക്ക് നിങ്ങൾക്കിത് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങൾക്കിത് ഓക്കെ ആണെങ്കിൽ മാത്രം കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്ന 1-2 കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. അതായത് ആഴ്ചയിൽ 3 ദിവസമേ ഹെയർ വാഷ് ചെയ്യാറുള്ളൂ. രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പുറത്ത് പോകുന്ന ദിവസങ്ങളിൽ ഒരിക്കലും ഹെയറിൽ ഓയിൽ അപ്ലൈ ചെയ്ത് ഇടരുത്. ഇനി മൂന്നാമത്തെ പോയിന്റ് ഞാൻ എന്താ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും തലയോട്ടിയിൽ മാത്രമായിട്ട് ഓയിൽ അപ്ലൈ ചെയ്യരുത്. ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ മുടിയുടെ എൻഡ് വരെ നമ്മൾ അപ്ലൈ ചെയ്യണം. അങ്ങനെ ചെയ്യുന്നതിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ, മുടി കെട്ടുകൂടുന്ന ആ ഒരു രീതി മാറിക്കിട്ടും. നമ്മൾ മുടി അഴിച്ചിടുന്ന സമയത്ത് മുടി കെട്ടുകൂടി ജട പിടിച്ച് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. ആ ബുദ്ധിമുട്ട് നമുക്ക് മാറിക്കിട്ടും. എൻ്റെ മുടിയൊക്കെ അഴിച്ചിട്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ മുടി കെട്ടുകൂടി തിരിച്ചു വരുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടാണ് കെട്ട് എടുത്ത് കളയാൻ. അത് എടുക്കുന്ന സമയത്തും കുറേ മുടി നമുക്ക് കൊഴിഞ്ഞു പോകും. അപ്പോൾ ഞാൻ ഒരിക്കലും പുറത്ത് പോകുമ്പോൾ മുടി അഴിച്ചിടാറേ ഇല്ല. അങ്ങനെ ചെയ്യാത്തൊരാളായിരുന്നു ഞാൻ. ഇപ്പോഴൊക്കെ മുടി അഴിച്ചിട്ട് പുറത്ത് പോകാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ മുടിയുടെ എൻഡ് വരെ അപ്ലൈ ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്ത് നമ്മളത് വാഷ് ചെയ്ത് ഷാമ്പു ഇട്ട് കളയണം കേട്ടോ. അങ്ങനെ കളയുമ്പോൾ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. പിന്നീട് നമ്മുടെ മുടി കെട്ടുകൂടാതിരിക്കാൻ ഒരുപാട് സഹായിക്കുന്നുണ്ട് അതിന്. അപ്പോൾ ഇനി അടുത്ത പോയിൻ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതെന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഹെയർ വാഷ് ചെയ്യേണ്ട ഒരു രീതിയാണ്. ആദ്യം നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യുക. ഓയിൽ അപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ, നമ്മൾ മുടിയുടെ റൂട്ട് മുതൽ എൻഡ് വരെ നമ്മൾ അപ്ലൈ ചെയ്യണം. അങ്ങനെ അപ്ലൈ ചെയ്ത് നമ്മൾ 2-3 മണിക്കൂർ ആ ഓയിൽ നമ്മുടെ ഹെയറിൽ വെക്കുക. നമ്മളത് കളയരുത്. അപ്പം തന്നെ നമ്മളത് വാഷ് ചെയ്ത് കളയരുത്. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഒരു 3 മണിക്കൂറിന് ശേഷം വാഷ് ചെയ്യുമ്പോൾ ആദ്യം ഷാമ്പു അപ്ലൈ ചെയ്യുക. ഷാമ്പു അപ്ലൈ ചെയ്യാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഷാമ്പു അപ്ലൈ ചെയ്യുക. ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യരുത്. അങ്ങനെ 2 തവണ നമ്മൾ ഹെയർ വാഷ് ചെയ്യണം ഷാമ്പു വെച്ചിട്ട്. അതിനുശേഷം കണ്ടീഷണർ റൂട്ടിൽ തട്ടാതെ നമ്മൾ അപ്ലൈ ചെയ്യണം. അത് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 3 മിനിറ്റ് നമ്മളത് ഹെയറിൽ വെക്കണം. നമ്മുടെ ഹെയറിന് കണ്ടീഷണർ അപ്പം തന്നെ വാഷ് ചെയ്ത് കളയരുത്. ഒരു 3 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. 3 മിനിറ്റിന് ശേഷം കണ്ടീഷണർ വാഷ് ചെയ്ത് കളയുക. ഷാമ്പു വാഷ് ചെയ്ത് കളഞ്ഞ പോലെ ഒരുപാട് വാഷ് ചെയ്ത് ഹെയറിനെ ഡ്രൈ ആക്കരുത്. അങ്ങനെ ചെയ്താൽ ഹെയർ ഡ്രൈ ആയിട്ട് പൊട്ടിപ്പോവാൻ സാധ്യത കൂടുതലാണ്. എന്നിട്ട് നല്ല ക്ലോത്ത് വെച്ചിട്ട് നമ്മളെ ഹെയർ കെട്ടി വെക്കുക. അതിനുശേഷം ഒരുപാട് ഡ്രൈ ആവുന്നതിന് മുന്നേ നമുക്ക് നമ്മുടെ സിറം അപ്ലൈ ചെയ്യണം ഹെയറിൽ. സിറം അപ്ലൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, റൂട്ടിൽ ഒരിക്കലും തട്ടരുത്. മുടിയുടെ ബാക്കിയുള്ള എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്യുക. എൻഡ് വരെ അപ്ലൈ ചെയ്യുക. റൂട്ടിൽ തലയോട്ടിയിലൊന്നും ഒരു കാരണവശാലും സിറം തട്ടിക്കരുത് കേട്ടോ. അങ്ങനെ ആഴ്ചയിൽ 3 ദിവസം ഹെയർ വാഷ് ചെയ്യുന്ന സമയത്തൊക്കെ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കൂ. എന്നിട്ട് ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഹെയർ ഫാളിൻ്റെ റിസൾട്ട് കിട്ടിയെന്ന് വരും. നിങ്ങൾക്ക് ഒരുപാട് ഡാൻഡ്രഫിൻ്റെ ഇഷ്യൂസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിലൂടെ തന്നെ ചിലപ്പോൾ അത് പരിഹാരത്തിലെത്തും. പിന്നെ ഷാമ്പു നമ്മൾ 3 പ്രാവശ്യമൊക്കെ ആഴ്ചയിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് മൈൽഡായിട്ടുള്ള ഷാമ്പു യൂസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നതും. അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. റിസൾട്ട് എന്തായാലും കിട്ടും. പിന്നെ ഒരുപാട് ടെൻഷൻ അടിക്കാതിരിക്കുക. അങ്ങനെ പറയാൻ എനിക്ക് കഴിയില്ല, കാരണം ഇതിൻ്റെ പേരിൽ ഒരുപാട് ടെൻഷൻ അടിച്ച ഒരാളാണ് ഞാൻ. ഹെയർ പോകുമ്പോൾ ഉള്ള ഒരാളുടെ ടെൻഷൻ എന്താണെന്ന് എനിക്ക് ശരിക്കും മനസ്സിലായി അതിലൂടെ. അപ്പോഴാണ് ഞാൻ ഒന്നും കൂടെ കെയർ ചെയ്യാൻ തുടങ്ങിയത്. യൂട്യൂബിൽ വീഡിയോ ഒക്കെ ഇടാൻ തുടങ്ങിയ സമയത്താണ് എനിക്ക് എൻ്റെ ഹെയർ കെയറൊക്കെ കുറച്ച് സമയം തെറ്റിയതും താളം തെറ്റിയതൊക്കെ. കാരണം ഇതിനൊന്നും സമയം കിട്ടാത്തൊരവസ്ഥ വന്നുപോയി. അപ്പോൾ ഒക്കെ കെയർലെസ് ആക്കി എടുത്തു. അങ്ങനെയാണ് എല്ലാം വിട്ടുപോയത്. ഇപ്പോൾ അതാ വീണ്ടും എങ്ങനെയോ സമയമൊക്കെ ഉണ്ടാക്കി ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. കാരണം ഇല്ലെങ്കിൽ എൻ്റെ മുടിയൊക്കെ ചിലപ്പോൾ പോവും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കൂ. ഞാനിത് എൻ്റെ ഹെയർ ഫാൾ ചെയ്ത സമയത്തുള്ള ഫോട്ടോസ്, എത്ര മുടി പോയി എന്നുള്ള ഫോട്ടോ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കൂ. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളമായിരുന്നു എൻ്റെ ഹെയർ ഫാൾ എന്നുള്ളത്.
ഇപ്പോൾ എത്ര പോകുന്നുണ്ട് എന്നുള്ളത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് എത്ര കുറഞ്ഞു എന്ന് മനസ്സിലാവും. ഇതുപോലെയൊക്കെ ചെയ്തു നോക്കുക. അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വരും. നമ്മൾ കെയർ ചെയ്താൽ തന്നെ നമ്മുടെ ഹെയർ ഫാള് നിൽക്കും. അപ്പോൾ ഒരു പരിധിവരെ നമുക്കത് കൺട്രോൾ ചെയ്യാൻ സാധിക്കും കേട്ടോ.